വാർത്തകൾ തുടരുന്നു. വടകര കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കമ്പനി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് കമ്പനിയുടെ നിയന്ത്രണം കൈക്കലാക്കുകയും കമ്പനിയെ നശിപ്പിക്കുകയുമാണ് ഇവരുടെ ഉദ്ദേശമെന്നും ഇവർ പറഞ്ഞു. വടകര കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്കെതിരായി വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് നടത്തുന്ന അപവാദ പ്രചരണത്തിന് മറുപടി പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപവാദ പ്രചരണത്തിൻ്റെ ഭാഗമായി അവർ 23-ാം തീയതി ഞായറാഴ്ച മേമുണ്ട ഹൈസ്കൂളിൽ വെച്ചിട്ട് 2000-ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ജനറൽ ബോഡി നടത്തുമെന്നും അവിടെ വെച്ച് പഴയ ഭാരവാഹികളെ നീക്കം ചെയ്യുമെന്നും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്ത് വടകര സബ് കോർട്ടിൽ കൊടുത്ത ഇഞ്ചക്ഷൻ ഷൂട്ട് ഇന്നലെ കമ്പനിക്ക് അനുകൂലമായി വിധിച്ചതനുസരിച്ച് 23-ാം തീയതി നടത്താൻ ഉദ്ദേശിച്ച പരിപാടി അവർ നിർത്തിവെക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവർ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉത്തരം പറയുന്നതാണ്. ഇതിലൊന്ന് അവർ ഉന്നയിച്ചിരുന്നത് ടേം ലോണിനെ സംബന്ധിച്ചായിരുന്നു. അതായത് കമ്പനി എടുത്തിരിക്കുന്ന ലോണുകളൊന്നും തിരിച്ചടച്ചിട്ടില്ല, കമ്പനി വലിയ സാമ്പത്തിക ബാധ്യതയുടെ മുഖ്യമാണ്, ഷെയറിൻ്റെ വാല്യൂ ഗണ്യമായി കുറഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. ആ കാര്യത്തിൽ പറയാനുള്ളത്, ഞങ്ങൾ ആദ്യം 1 കോടി രൂപയാണ് ലോണെടുത്ത് മീര ഫാക്ടറി തുടങ്ങിയത്. അതിൻ്റെ പ്രവർത്തനം കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഈ സ്ഥാപനം നഷ്ടത്തിലാകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യം വരികയും അതുകൊണ്ട് ഉടനെ ഒരു ഓയിൽ പ്ലാന്റിൻ്റെ പ്രവർത്തനം തുടങ്ങണമെന്ന് ഉദ്ദേശിക്കുകയും 6-7 മാസം കൊണ്ട് 2 കോടി രൂപ കൂടുതലായി ലോൺ എടുത്തുകൊണ്ട് ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ റിസ്കിൽ ലോൺ എടുത്തുകൊണ്ട് മൊത്തം 3 കോടി രൂപ ലോണാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. ആ 3 കോടി ലോണും നമ്മൾ പൂർണ്ണമായിട്ട് അടച്ചു തീർത്തു. അതിന് 1,62,00,000 രൂപ ഇൻട്രസ്റ്റും നമ്മൾ അടച്ചു തീർത്തു. അന്ന് ഞങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10% സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ലോൺ എന്ന ഒരു സ്കീം വന്നപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പകുതി സബ്സിഡിയായി കൊടുക്കുന്ന ഒരു ധാരണ സംസ്ഥാന ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടാക്കിയതനുസരിച്ച് 82,50,000 രൂപ സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങൾക്ക് തരണം. അതിനുവേണ്ടി 2022-23 ബഡ്ജറ്റിൽ സംഖ്യ വിലയിരുത്തിയെങ്കിലും ഇന്നത്തെ തീയതി വരെ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ 82,50,000 രൂപ ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങൾക്ക് തരാൻ ബാധ്യതപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, അവാർഡിനെ സംബന്ധിച്ച് നടത്തിയ അവിഖ്യാതിപരമായ പ്രസ്താവനകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായതിനെക്കുറിച്ചാണ്.